11:30 ആയതോടെ ഞാൻ ഹാളിലേക്ക് എത്തി. അപ്പൊ ഞാൻ ഹാളിൽ എത്തിയപ്പോൾ ആദ്യം വെൽക്കം ഡ്രിങ്ക് ആണ് കുടിച്ചത്. ഞാൻ കുടിച്ചത് പൈനാപ്പിൾ ജ്യൂസ് ആണ് കേട്ടാ. എനിക്ക് പൈനാപ്പിൾ ആണ് ഇഷ്ടം, തണ്ണിമത്തൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ആദ്യം പൈനാപ്പിൾ കുടിച്ചു. പിന്നെ അങ്ങനെ ഹാളിലേക്ക് കയറി. അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് കഥ ഒക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, റിലേറ്റീവ്സിനായിട്ടൊക്കെ കുറെ കഥ പറഞ്ഞ്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടാ. അപ്പൊ ഞാൻ അവരുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് ഇന്നലെ കണ്ടില്ലേ, എൻ്റെ കസിൻസ് ആണ്. ഇവര് ഭയങ്കര വൈബാട്ടാ. ഇവരായിട്ട് കൂടിയ നമ്മളൊരു പോസിറ്റീവ് വൈബാണ്, നല്ല എനർജിയാണ് ആയിട്ട് വരുന്ന. അപ്പൊ ഇന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൽ ഞങ്ങൾ എല്ലാ ഐറ്റംസും മാക്സിമം ഷെയർ ചെയ്ത് കഴിച്ച് എല്ലാതും ടേസ്റ്റ് ചെയ്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ആദ്യം കഴിച്ച്. ഞങ്ങളാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പിൽ ഇരിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടാ. മന്തി ഉണ്ട്, ബിരിയാണി മന്തിയൊക്കെ ഉണ്ട്. എനിക്ക് ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബിരിയാണിയാണ് കൂടുതൽ കഴിച്ചത്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡും സാലഡ്സും ഒക്കെ നല്ല, ബീഫ് കൊണ്ടാട്ടം ഒക്കെ ഉണ്ടായിരുന്നു, അച്ചാറും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. ഇതെന്റെ ഫ്രണ്ടാണ്. അവള് മന്തി കഴിച്ചപ്പോൾ അവൾക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വാരി കൊടുത്താണ്. അങ്ങനെ മൊത്തം അവളെ ചുണ്ടിലൊക്കെ ആയി ആകെ കൊളാക്കി കൊടുത്തിട്ടുണ്ട്. ബൊഫേ കാരണം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ ചെയർ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് റൗണ്ട് ആയിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് സാലഡ്സും മാങ്ങ ഉപ്പിലിട്ടതും. ഇത് മാങ്ങ ഉപ്പിലിട്ടാണ്, മാങ്ങ പൈനാപ്പിൾ ക്യാരറ്റ് ഒക്കെ കൂടിയിട്ട്. ഇതിന് അത്യാവശ്യം മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ കൂടുതൽ കഴിച്ചത്. ഇത് നല്ല ഇഷ്ടപ്പെട്ട്. ഇത് അക്കുവാണ് കേട്ടോ, അവനാണിത് കൂടുതൽ ഇഷ്ടപ്പെട്ട്. അവനിതിൽ മാങ്ങ മാത്രം തെരഞ്ഞു കഴിക്കുകയാണ്. അവന്റെ ഉമ്മ കൊടുക്കണ്ടെന്ന് പറയുമ്പോഴും എല്ലാവരുടെ പ്ലേറ്റിൽ നിന്ന് കൊടുത്തിട്ടാണ് അവന് കഴിക്കണത്. എല്ലാരും ഈ മാങ്ങയും പുളിയുള്ള ഈ സാധനം തന്നെ കൂടുതൽ കഴിച്ചിട്ട്, കാരണം ഇതിന്റെ ടേസ്റ്റ് അത്ര ഉഷാറായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും മാക്സിമം കഴിച്ചു. അക്കുവാണ് നന്നായി മുതലാക്കി. അക്കുവിനോട് കഴിക്കണ്ടെന്ന് പറഞ്ഞാലും അവൻ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുകയാണ്. അവന് പല്ലൊന്നുമില്ല ചവക്കാന്, പക്ഷെ എന്നാലും അവന് അതിന്റെ വായയിലിട്ടിട്ട് അമർത്തി അമർത്തി ഇറക്കി വിടുന്നുണ്ട്. അവന് ചോറല്ല കൂടുതൽ കഴിച്ചത്, മാങ്ങകൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ പുളിയും മധുരം ഒക്കെ കൂടിയായപ്പോഴേ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പൊ എന്നെ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല. അതിനിടയിൽ അവൻ എരിവ് വലിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് എരിവുണ്ട്. അപ്പോൾ ഇതില് മുളകിട്ടുള്ള കാരണം ചെറുതായി എരിവുണ്ട്. അപ്പൊ അവന് എരിയുന്നുണ്ട്, പക്ഷെ എന്നാലും അവൻ വിടുന്നില്ല, വീണ്ടും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മീൻ ഫ്രൈ ആക്കിയതാണത്. പിന്നെ ഉപ്പേരി ഒക്കെ ഉണ്ട്, അവിയല്. അപ്പൊ ഞങ്ങൾ മീനൊന്ന് ടേസ്റ്റ് ചെയ്ത്. ഇത് കോട്ടൻ ക്യാൻഡിയാണ്. ഞാൻ പോകുമ്പോഴൊക്കെ അത് കഴിഞ്ഞേക്കണ്. ഞങ്ങൾ ലാസ്റ്റാണ് എത്തിയത്. പിന്നെ ഉണ്ടായിരുന്ന ഇളനീർ പായസമാണ്. അതെല്ലാവരും മാക്സിമം കുടിച്ച് മുതലാക്കിയിട്ടാ. പിന്നെ ചായ ഉണ്ടായിരുന്നു. ചായ കുടിച്ചില്ല. കോട്ടൻ ക്യാൻഡി ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവരത് ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ഏതാണ്ട് ആൾക്കാരൊക്കെ വീട്ടിൽ പോയി, ഹോളൊക്കെ കാലിയായി. ഇനി അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ, ഇനി വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണ്ട്. ഞങ്ങളും പോയി ഫോട്ടോ എടുത്ത്. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ പുറത്ത് പോയിരുന്ന് അവിടുന്ന് ഫോട്ടോ റീൽസൊക്കെ ഞങ്ങൾ എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ടൈം ആണെങ്കിലും, നല്ല ചൂടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി. ഇത് എന്റെ കസിനാണ് കേട്ടാ, അവളെ ഭർത്താവാണത്. ഇത് ഞങ്ങളെ മാമയാണ്.
ഇത് സർപ്രൈസ് മാമ എന്നാണ് പറയാ മാമാനെ. മാമ സർപ്രൈസ് ആയിട്ടാണ് എപ്പോഴും വരിക. അപ്പൊ അങ്ങനെ ഞങ്ങള് സർപ്രൈസ് മാമ എന്നിടും. മാമ നല്ല ചെറുവാണിയും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ മാമയുടെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ എടുത്ത്. മാമക്ക് അറിയില്ല കേട്ടോ. മാമ അങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇവൾ എന്താ ചെയ്യണെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ മാമ അറിയാതാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അങ്ങനെ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഹോള്, സ്റ്റേജൊക്കെ. അങ്ങനെ ഞങ്ങള് ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇന്ന് കല്യാണം ഏതാണ്ട് അവസാനിക്കാനായി. ഇതിനിടയിൽ കേക്ക് മുറിക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയില്ല. ഒരു 5 മണിയായപ്പോ ഹാള് ക്ലോസ് ചെയ്യാനായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണെന്ന്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നാളത്തെ വിശേഷമായിട്ട് കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു.